75ാമത് റിപ്പബ്ലിക് ദിനാഘോഷ നിറവിലാണിപ്പോൾ രാജ്യം. കർത്തവ്യപഥിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ പതാക ഉയർത്തും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണാണ് ഇന്ന് മുഖ്യ അതിഥി. 80% വനിതകളെ ഉൾപ്പെടുത്തി രാജ്യത്തിൻ്റെ നാരീശക്തി പ്രതിഫലിക്കുന്നതാണ് ഇത്തവണത്തെ പരേഡ്. രാധാകൃഷ്ണൻ ചേരുന്നു. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ. റിപ്പബ്ലിക് ദിനാശംസകൾ. പറയൂ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന്. SKN, ഞാനീ നിൽക്കുന്ന ഇടത്ത് നിന്ന് ഏതാണ്ട് 300 മീറ്റർ അകലെയാണ് നമ്മുടെ കർത്തവ്യപഥ് വരുന്നത്. കർത്തവ്യപഥിലേക്ക് ഇതിനകം തന്നെ ഈ പരേഡിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്ന എല്ലാ സംഘങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഈ പരേഡിന് പങ്കെടുക്കുന്നവർക്ക് എത്തണം എന്നുള്ളതിൻ്റെ ഒരു സമയക്രമമുണ്ട്, ആ പരേഡ് നടക്കുന്നത് ഉൾപ്പെടെയുള്ളത്. അത് ആദ്യമൊന്ന് പറഞ്ഞാൽ, ഈ 2 മണിക്ക് ശേഷം ഏതാണ്ട് 4 മണിക്കുള്ളിൽ തന്നെയാണ് ഈ സംഘങ്ങളെല്ലാം വിജയ് ചൗക്കിലേക്ക് എത്തുന്നത്. ആ വരവ് പൂർത്തിയായി കഴിഞ്ഞു. ഇനിയുള്ളത് ഇത് കാണാനായിട്ടുള്ള ആളുകളുടെ പ്രവേശനമാണ്. അത് എനിക്ക് പിന്നിൽ ഉള്ള ഈ വാതിലടക്കമുള്ള ഏതാണ്ട് 14 ഇടങ്ങളിലൂടെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. അത് ഒരു 2 മണിക്കൂർ കൊണ്ട് അത് പൂർത്തിയാകുന്ന വിധത്തിലേക്ക് എത്തും. 10:30 മണിയോടുകൂടിയാണ് ഇന്നത്തെ പരേഡുകളുടെ തുടക്കം ഉണ്ടാകുന്നത്. ഈ പരേഡുകളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം SKN പറഞ്ഞതുപോലെ ഇത്തവണ നമ്മൾ പ്രതീകവൽക്കരിക്കുന്നത് നാരീശക്തിയാണ്. ഇന്ത്യയുടെ നാരീശക്തിയെ വിളിച്ചറിയിക്കുന്ന വിധത്തിലുള്ള പരേഡാണ് ഇത്തവണ നമ്മൾ യാഥാർത്ഥ്യമാക്കാനായിട്ട് പോകുന്നത്. 16 സംസ്ഥാനങ്ങളുടെ ടാബ്ലോ ആയിരിക്കും ഉണ്ടാവുക. രാഷ്ട്രപതി ദ്രൗപദി മുർമു പതാക ഉയർത്തുന്നതോടുകൂടിയാണ് നമ്മുടെ ആഘോഷ പരിപാടികൾ ആരംഭിക്കുന്നത്. ഈ പരേഡുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സംഘങ്ങളുടെ പ്ലാറ്റൂണുകളുടെ എല്ലാം നേതൃത്വം വഹിക്കുന്നത് പ്രധാനമായും വനിതകളാണ് എന്നുള്ളതാണ്. സൗമ്യ ശുക്ല, കമാൻഡന്റ് ആയിട്ടുള്ള സൗമ്യ ശുക്ല പതാക ഉയർത്തുന്നതോടുകൂടിയായിരിക്കും ഈ പരേഡുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൻ്റെ നടപടികൾ ആരംഭിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഇനങ്ങളിലും അത് നമ്മുടെ വനിതകളായിട്ടുള്ളവർ ഇതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ശ്വേത സുഗതൻ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരേഡുകളുടെ ഭാഗമായിട്ട് പങ്കെടുക്കും. ഡൽഹി പോലീസിന്റെ DCP ആയിട്ടുള്ള ശ്വേതാ സുഗതൻ 147 അംഗ സംഘത്തെയാണ് നയിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ വളരെ പ്രത്യേകതയുള്ളത് CRPFനെ നയിക്കുന്നതും ഒരു മലയാളിയാണ് എന്നുള്ളതാണ്. മേഘ നായരാണ് ഈ CRPFന്റെ സംഘത്തെ നയിക്കുന്നത്. ഒപ്പം ദേവിക നയിക്കുന്നത് നാവികസേനയുടെ മുൻനിര കമാൻഡർമാരിൽ 3 പേരിൽ ഒരാളായിട്ടാണ് ദേവിക ഉണ്ടാകുന്നത്. അവരും ഇതിലൊരു ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറുകയാണ്. ഈ 16 ടാബ്ലോകളുടെ കാര്യം ഞാൻ പറഞ്ഞു. ആ 16 ടാബ്ലോകളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് മാറാനായിട്ട് പോകുന്നത് ഉത്തർപ്രദേശിൻ്റെ ടാബ്ലോയാണ്. അത് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലെ ടാബ്ലോയാണ്. അത് രാഷ്ട്രീയമായിട്ട് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ടാബ്ലോയാണ് എന്നതാണ് ഇതിന് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യം. ഈ ചില സംസ്ഥാനങ്ങളുടെ ടാബ്ലോകൾക്ക് എല്ലാ വർഷവും 16 സംസ്ഥാനങ്ങളുടെ ടാബ്ലോകൾക്കാണ് അനുവാദം നൽകുന്നത്. ഇത്തവണ പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെ ടാബ്ലോകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കപ്പെട്ടു എന്ന വിമർശനം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ തമിഴ്നാടിൻ്റെ ടാബ്ലോ ഇത്തവണ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വ്യത്യസ്ത കേന്ദ്ര സംസ്ഥാന വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ടാബ്ലോകളും ഉണ്ടാകും. അതിൽ ഈ സാംസ്കാരിക വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നുള്ള 90 അംഗ വനിതാ സംഘം ഉയർത്തുന്ന ശംഖനാദത്തോടുകൂടിയായിരിക്കും ഈ പരേഡുകൾ ആരംഭിക്കാനായിട്ട് പോകുന്നത്. ഇതിനൊപ്പം തന്നെ നമ്മുടെ പ്രതിരോധ ശക്തി വിളിച്ചറിയിക്കുന്ന വിധത്തിലുള്ള വിവിധ പ്രകടനങ്ങൾ ഈ പരേഡിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും.